ശബരിമലയുമായി ബന്ധപ്പെട്ട് NSS ഉയർത്തിയ വിഷയങ്ങളിൽ ഇടപെടാൻ സർക്കാർ. ഇന്ന് ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രാഷ്ട്രീയ തീരുമാനമെടുത്തതിനു ശേഷമാകും തുടർ നീക്കങ്ങൾ. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന ആവശ്യത്തോട് കോടതിയിൽ അനുകൂല നിലപാട് എടുത്തേക്കും. അതേസമയം സുകുമാരൻ നായരെ നേരിൽ കാണുവാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. റഹീസ് റഷീദ് നൽകും വിശദാംശങ്ങൾ. റഹീസ് റഷീദ്, ഒരു വശത്ത് കോൺഗ്രസ് സുകുമാരൻ നായരെ നേരിൽ കണ്ട് അനുനയ നീക്കത്തിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു, മറുവശത്ത് NSS ഉയർത്തിയ വിഷയങ്ങളിൽ ഇടപെടാനുള്ള നീക്കം സർക്കാർ നടത്തുന്നു. ഇന്നിപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാകും ചർച്ചയാകുക, ഒപ്പം തുടർ നീക്കങ്ങൾ എങ്ങനെയാകാനാണ് സാധ്യത? ശ്രുതി, CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സാധാരണഗതിയിൽ എല്ലാ വെള്ളിയാഴ്ചയും ചേരുന്നതാണ്. ആ സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇന്നും ചേരുക. സ്വാഭാവികമായും ആനുകാലികമായ വിഷയങ്ങൾ അതിൽ ചർച്ചയ്ക്ക് വരും. അതിൽ പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം NSSഉം അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ NSS ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് യുവതീ പ്രവേശനത്തിന് അനുകൂലമായി സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്തണം എന്നതാണ് അവരുടെ ഒരാവശ്യം. മറ്റൊന്ന്, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടെടുത്ത കേസുകൾ പിൻവലിക്കണം, പൂർണ്ണമായും എല്ലാ കേസുകളും പിൻവലിക്കണം എന്നതാണ് NSSന്റെ നിലപാട്. ഈ രണ്ട് നിലപാടിലും രാഷ്ട്രീയ തീരുമാനം എടുത്തതിന് ശേഷം മാത്രമാണ് സർക്കാരിന് മുന്നോട്ട് പോവുക. പക്ഷേ ഉടനടി ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കാനുള്ള സാധ്യതയില്ല. കാരണം സുപ്രീം കോടതി ഇനി ഈ കേസ് പരിഗണിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് മാത്രമായിരിക്കും കോടതി സംസ്ഥാന സർക്കാരിൻ്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും ഒക്കെ അഭിപ്രായം തേടുക. ആ സമയത്തായിരിക്കും ഒരു തീരുമാനമെടുക്കുക. പക്ഷേ ഏത് തരത്തിലുള്ള തീരുമാനമെടുക്കണം എന്ന ചർച്ചകൾ സ്വാഭാവികമായും ഇന്നത്തെ സെക്രട്ടേറിയറ്റിലടക്കം ഉയർന്നു വരും. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. പ്രതിപക്ഷം ഇന്നലെ സർക്കാരിനെ കടന്നാക്രമിക്കാൻ പറഞ്ഞത് NSS ആവശ്യപ്പെടുന്ന കാര്യങ്ങളോട് സർക്കാർ അനുഭാവപൂർണമായി പരിഗണിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അതായത് യുവതീ പ്രവേശനത്തിലെ സത്യവാങ്മൂലം സർക്കാരിന് അയ്യപ്പ സംഗമം നടത്തിയത് ആത്മാർത്ഥപരമാണെങ്കിൽ അതവർക്ക് മാറ്റി മറ്റൊന്ന് കൊടുത്തുകൂടെ എന്നൊരു ചോദ്യം പ്രതിപക്ഷവും BJPയും ഇന്നലെ ചോദിക്കുകയും ചെയ്തു. സ്വാഭാവികമായും സർക്കാർ അതിനും കൂടി മറുപടി എന്ന നിലയിൽ എന്ത് ചെയ്യണം, യുവതീ പ്രവേശന കാര്യത്തിൽ നിലവിലുള്ള ഒരു സർക്കാരിൻ്റെ പോക്ക് കണ്ടിട്ട് സത്യവാങ്മൂലം മാറ്റിക്കൊടുക്കാനാണ് സാധ്യത. പക്ഷേ അത് പെട്ടെന്നെടുക്കേണ്ട ഒരു തീരുമാനമല്ല. LDFൽ ചർച്ച ചെയ്യണം. CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല സംസ്ഥാന കമ്മിറ്റിയിലും മറ്റും ചർച്ച ചെയ്തെടുക്കേണ്ട, വളരെ വിശദമായി ചർച്ച ചെയ്തെടുക്കേണ്ട ഒരു തീരുമാനമാണ്. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് സർക്കാർ പോകാനുള്ള സാധ്യത ഈ സാഹചര്യത്തിൽ കൂടുതലാണ് എന്ന് വിലയിരുത്തേണ്ടി വരും. ഓക്കെ, വ്യക്തമാണ്. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകി.